ജോവാൻജോ ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്ത് നിന്നും 1 കിലോമീറ്റർ മാറി എറണാകുളം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായതിനാൽ അത് കാണാനും നല്ല മനോഹരമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും പിറവം പുഴയുടെ തീരത്തായതിനാൽ നല്ല തലയെടുപ്പോടുകൂടി ഇത് നിൽക്കുന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രവേശന കവാടം. വളരെ വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെയും ഇത് നല്ല ഭംഗിയായി തന്നെ ക്ഷേത്ര ഭാരവാഹികളും ഇവിടുത്തെ ജനങ്ങളും ഇത് സൂക്ഷിച്ചു വരികയാണ്. ഈ അമ്പലത്തിൻ്റെ പുറകിലായി കാണുന്ന പുഴയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ പുഴകളും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഈ പുഴ കിഴക്കോട്ടൊഴുകിയാണ് അറബിക്കടലിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം നടത്തപ്പെടുന്നത്. ശിവരാത്രി ദിവസമാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടാറുള്ളത്. വളരെ ജനങ്ങൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പിറവത്തെ ഈ പാഴൂർ ക്ഷേത്രം. ഇതിൻ്റെ പുറകിലായി ഒരു പാലം പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് പാഴൂർ മഴവിൽ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് മഴവില്ലിൻ്റെ ആകൃതിയിൽ പണിതുകൊണ്ടായിരിക്കാം ഇതിനെ മഴവിൽ ബ്രിഡ്ജ് എന്ന് പേരിടുവാൻ തന്നെ കാരണം. ഇങ്ങനെയൊരു പാലം ഇവിടെ പണിയുവാൻ കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം വേനൽക്കാലങ്ങളിൽ അവർക്ക് കുളിക്കാനും തുണി അലക്കുന്നതിനുമായിട്ട് പുഴയുടെ അടുത്തേക്ക് പോകാനായിട്ടാണ് ഇങ്ങനെയൊരു പാലം പണി കഴിപ്പിക്കാൻ തന്നെ കാരണമായി ഇവിടെ പറയപ്പെടുന്നത്. ഇങ്ങനെയൊരു പാലം സാധാരണ ഒരിടത്തും കാണാൻ സാധിച്ചെന്ന് വരില്ല. മഴ കുറവുള്ള സമയങ്ങളിൽ ഈ പുഴ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി രണ്ടായാണ് ഒഴുകുന്നത്. ഈ പാലം പണി അവസാനിച്ചിരിക്കുന്നത് പിറവം പുഴയുടെ മണൽപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതകളും കൂടിയുണ്ട്. ഒരു പുഴയുടെ മധ്യഭാഗത്തായി ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് വേറെ ഒരു സ്ഥലത്തും കാണാൻ സാധിച്ചെന്ന് വരില്ല. ഈ പുഴയുടെ അക്കരെ ഭാഗത്ത് വളരെയധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ദൂരെ നിന്ന് കണ്ടാൽ തോന്നും അതും ഒരു വനമായിട്ടാണ് നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ അത് ധാരാളം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടി ആണ് ഈ പ്രദേശം. വളരെ മനോഹരമായി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് അവിടുത്തെ ഈ പാഴൂർ നിവാസികളുടെ ഏക ആശ്രയമായി പുഴയ്ക്ക് കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു തൂക്കുപാലമാണ്. അവരുടെ ആവശ്യപ്രകാരം 10-12 വർഷമായി കാണും ഈ ഒരു പാലം നിർമ്മിതമായിട്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അന്നത്തെ സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പണിത് കൊടുത്ത ഒരു പാലമാണ് ഈ തൂക്കുപാലം. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇക്കരയും അക്കരയും തമ്മിൽ യാത്ര ഈസിയാക്കുന്നതിന് വേണ്ടി പണിതതാണ് ഈ പാലം. അല്ലെങ്കിൽ വളരെ കിലോമീറ്ററുകൾ കറങ്ങി വേണം ഈ പുഴയുടെ മറുവശത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് എത്തിച്ചേരാൻ. ഈ തൂക്കുപാലത്തിൽ നിന്ന് നോക്കിയാൽ ഈ പുഴയൊഴുകുന്നത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായി ശാന്തമായി ഒഴുകുന്നു. ഇതാണ് പാഴൂർ അമ്പലത്തിൻ്റെ പുറകുഭാഗം. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കുവാനോ ഫോട്ടോകൾ എടുക്കുവാനോ ആരെയും അനുവദിക്കില്ല. ഈ ക്ഷേത്രത്തിൻ്റെ അകം വളരെ കൊത്തുപണികളാൽ അലങ്കൃതമായിട്ടാണ് അറിയപ്പെട്ടത്. ഇതാണ്
പിറവം പുഴയ്ക്ക് കുറുകെ ടൗണുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലം. ഇതിൻ്റെ സൈഡിലായി വാഹനങ്ങൾക്ക് പോകാനായിട്ടും ഒരു പാലം ഉണ്ട്. വളരെ മനോഹരമായി തന്നെ ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന പിറവം പുഴയും കാണാം. ഇനി നമ്മൾ പിറവത്തിൻ്റെ നടുക്ക് ടൗണിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കുരിശുപള്ളിയും കാണാം.